ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കറിയാത്തത് മറ്റുള്ളവർക്കറിയാൻ നമ്മുടെ ചെറിയ സമയങ്ങളിൽ 8, 9, 10 മിനിറ്റുള്ളിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ബൈബിളിൻ്റെതും ചരിത്രപരമായ കാര്യങ്ങൾ, ഈ മോട്ടിവേഷണലായതും ഹിസ്റ്ററി, ഇങ്ങനെ പല പല കാര്യങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തിരുവെഴുത്തിലൂടെ എന്ന പഠനത്തിൽ മറ്റ് എപ്പിസോഡ് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് ക്രൂശിൽ മരിച്ചത് മനുഷ്യൻ്റെ രോഗത്തിന് വേണ്ടിയോ? ഓരോ ടൈറ്റിലും ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് സംശയം നിങ്ങൾക്കുണ്ടാകണം. സംശയം ഒരു രോഗമാണ്, ഉണ്ട്, പലർക്കും ഉണ്ട്, ആണിലും പെണ്ണിലും ഉണ്ട്. സംശയം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ചോദ്യമുണ്ടാകും. ആ കേട്ടത് ശരിയാണോ തെറ്റാണോ? നിങ്ങളിൽ ഒരു ചോദ്യം ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാക്കാനാണ് ഞാൻ ഈ രീതിയിൽ പ്രസംഗിക്കുന്നതും പഠിപ്പിക്കുന്നതും. നിങ്ങൾക്ക് സംശയം ഉണ്ടാകുമ്പോൾ സംശയത്തിൻ്റെ ദൂരീകരണത്തിന് വേണ്ടി, അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒന്നുകിൽ പുസ്തകങ്ങളെ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ അറിവുള്ളവരെ സമീപിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ സംശയം തീർക്കുമ്പോഴാണ് അത് പഠിച്ചെടുക്കുന്നത്. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ പ്രായത്തിൽപ്പെട്ടവർക്കും സംശയം ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയും, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ എങ്ങനെയാണ് ജനിച്ചത്, എന്താ ഇങ്ങനെ ആണും പെണ്ണും നമ്മൾ വ്യത്യാസം എന്നാണ്, ഭൂമി ഉരുണ്ടതാണെന്ന് ടീച്ചർ പറഞ്ഞു, ഉരുണ്ടതാണോ? ഉരുണ്ടതാണെങ്കിൽ ഭൂമി സൂര്യന് ചുറ്റുന്നു പറയുന്നു, അങ്ങനെ ചുറ്റിയിട്ടും നമ്മുടെ വീടെന്താ പഴയ അവസ്ഥ നിൽക്കുന്നത്? ഇങ്ങനെ ഈ ഓരോരോ കാര്യങ്ങൾ സംശയമുണ്ടാകുമ്പോൾ ചോദ്യം വരും, ചോദ്യമുണ്ടാകുമ്പോൾ പഠിക്കാൻ തോന്നും, പഠിക്കാൻ തോന്നുമ്പോൾ പഠനത്തിന് വേണ്ടി പല ഉപാധികൾ ശ്രമിക്കും. ഇതൊന്നും മലയാളികൾക്ക് ഇല്ലെന്ന് പറയല. മലയാളിയാണ് ഇന്ത്യയിലെ ഏറ്റവും സംസ്കാര സമ്പന്നരും വിദ്യാശ്രേഷ്ഠനും ലോകസഞ്ചാരികളാണെങ്കിലും ഞാൻ തിരുവെഴുത്തിൻ്റെ കാര്യങ്ങളാണ് ആധികാരികമായി പറയുന്നത്. അപ്പോൾ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്ന, കർത്താവ് ക്രൂശിൽ മരിച്ചത് മനുഷ്യൻ്റെ രോഗത്തിന് വേണ്ടിയാണോ? സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. യെശയ്യാവ് 53:4. വാക്യങ്ങൾക്ക് എല്ലാത്തിനും ഉണ്ട്. കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, രോഗങ്ങൾക്ക് വേണ്ടിയും കൂടിയാണ് ക്രൂശിൽ മരിച്ചതെന്ന് പലരും പഠിപ്പിക്കുകയോ കൺവെൻഷൻ വേദിയിലും സഭയ്ക്കകത്തും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. തെറ്റാണെന്നതിൻ്റെ കാരണങ്ങൾ: 1, യെശയ്യാവ് പറയുന്ന ഈ പ്രവചനം ക്രൂശിലല്ല നിറവേറിയത്, മറിച്ച് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്താണ് നിറവേറിയതെന്ന് തിരുവെഴുത്ത് വ്യക്തമാകുന്നു. മത്തായി വിശേഷം 8:16-17 വാക്യങ്ങൾ. ഈ അപ്പോൾ യെശയ്യാവിൻ്റെ പ്രവചന കാലഘട്ടം എന്ന് പറയുന്നത് BC 466-ഉം അതിനുശേഷം 500 വർഷങ്ങൾ കഴിഞ്ഞാണ് യേശുക്രിസ്തു ജനിക്കുന്നത്. അപ്പോൾ പ്രവചനങ്ങളുടെ നിവൃത്തീകരണമാണെങ്കിൽ തന്നെയും ചോദ്യം മറക്കരുത്, ഈ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കർത്താവ് മരിച്ചത്. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യപുത്രൻ, ദൈവത്തിന്റെ പുത്രൻ മനുഷ്യപുത്രനായി ജനിച്ച് കാൽവറിയിൽ തൂങ്ങി തൻ്റെ രക്തം നമ്മളെ വീണ്ടെടുത്തത് ഒരിക്കലായിട്ടാണ്. രോഗം മാറാൻ ക്രൂശിൽ തൂങ്ങണമോ? അപ്പൊ രണ്ടാമത്തെ ചോദ്യം, കർത്താവ് ക്രൂശിൽ ചുമന്നത് മാനവരാശിയുടെ പാപം മാത്രമാണെന്ന് വചനം പറയുന്നു. 1 പത്രോസ് 2:24, എബ്രായർ 10:18. കർത്താവിൻ്റെ യാഗം പാപങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് ഈ വാക്കിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയും. 3, ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നത് ഏറ്റവും പ്രധാനമാണ്. 1 തിമോത്തിയോസ് 1:15. അത് മാറ്റാൻ കഴിയാത്തൊരു സുവിശേഷമാണ്. കർത്താവ് ഭൂമിയിൽ വരുന്നതിന് മുൻപും ഏലിയാവും ഏലീശയും ഒക്കെ രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. യവത്തിൻ്റെ അപ്പം പെരുക്കി, അത് ചിലരെ അന്ധരാക്കി. ഇങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവർ ചെയ്തു. എങ്കിലും ഇവരാരും തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെയോ അന്നുണ്ടായിരുന്ന വിജാതീയ രാജാക്കന്മാരുടെയോ സാധാരണക്കാരുടെയോ പാപത്തെ മോചിച്ചില്ല, ആരെയും ഉയർപ്പിച്ചുമില്ല. ഏലീശ സ്വാഭാവികമായി മരണം വരിച്ചു. ഏലിയാവ് കർത്താവ് ഉടലോടെ കൊണ്ടുപോയി. അപ്പോൾ അത്ഭുതം പ്രവർത്തിക്കുന്നത് ദൈവവചനത്തിൽ താൻ കാലഘട്ടങ്ങളിലായി ചിലരെ തിരഞ്ഞെടുത്തത്, തൻ്റെ ശക്തി അവർക്ക് കൊടുത്തത് തെളിവാണ്, അവർക്കൊരു മുന്നറിയിപ്പാണെങ്കിലും ഇത് പാപമോചിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. 4, ക്രൂശിൽ രോഗശാന്തിയും ഭൂതങ്ങളുടെ മേലുള്ള അധികാരവും ഉണ്ടെങ്കിൽ
എന്തുകൊണ്ട് രക്ഷിക്കപ്പെട്ടവർ എന്ന് അവകാശപ്പെടുന്ന വിശ്വാസികളിടയിൽ രോഗങ്ങളും ഭൂതങ്ങളെയും ഇപ്പോഴും നിലനിൽക്കുന്നത്? ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. നമ്മളിൽ ഈ രക്ഷിക്കപ്പെട്ടവരിൽ, സ്നാനപ്പെട്ടവരിൽ നമ്മളിൽ ഇപ്പോഴും രോഗവും ഭൂതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാനസിക സംഘർഷങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യം എങ്ങനെ യോജിച്ചു പോകും? അങ്ങനെ ക്രൂശിൽ ഇതെല്ലാം ഉണ്ടെന്ന് അവകാശപ്പെടുന്നവർ ആരെയും ഒരു വിധത്തിലുള്ള ചികിത്സയും നടത്തരുത്. 1 തിമോത്തിയോസ് 5:23. അപ്പൊ രക്ഷിക്കപ്പെട്ടവരും മാനസാന്തരപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടെ സകല അധികാരവും കിട്ടിയെങ്കിൽ എന്തിന് ആശുപത്രി പോകുന്നു? എന്തിന് നമ്മുടെ സഹോദരന്മാർ ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് പഠിക്കുന്നു, നേഴ്സിംഗ് ജോലി ചെയ്യുന്നു? എല്ലാം ക്രിസ്തുവിൽ തീർന്നില്ലേ? അതുകൊണ്ട് യാഥാർത്ഥ്യം തിരിച്ചറിയണം. ദൈവിക അത്ഭുതങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? എന്താണ് ദൈവിക അത്ഭുതങ്ങൾ? 18-ാം നൂറ്റാണ്ടിൽ സ്കോട്ട്ലൻഡിൽ ജനിച്ച ഡേവിഡ് ഹ്യൂം പറയുന്നത് ഇങ്ങനെയാണ്: പ്രകൃതി നിയമങ്ങൾ, വാട്ട് ഈസ് ദ ലോ ഓഫ് നേച്ചർ, ബാഹ്യമായ ശക്തിയുടെ ഇടപെടൽ ഇല്ലാതെ സ്വാഭാവികമായ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ലോ ഓഫ് നേച്ചർ എന്നത്.